ഈ വളർച്ചയുടെ കാര്യം പറഞ്ഞു. അപ്പം നമുക്കറിയാം കുട്ടികൾക്ക് ഓരോ മൈൽ സ്റ്റോൺസ് എന്നുണ്ട് പറയും അല്ലേ? കുട്ടി ഉണ്ടാകുന്നത് മുതൽ അവൻ നടക്കുന്നത് വരെ ഓരോരോ മൈൽ സ്റ്റോൺസ്. എന്തൊക്കെയാണ് കറക്റ്റ് മൈൽ സ്റ്റോണും അതിൻ്റെ ഒരു ഏജ് ക്ലാസിഫിക്കേഷനും എങ്ങനെയാണ്? ഈ മൈൽ സ്റ്റോൺസിന് തനി മലയാളം പറഞ്ഞാൽ നാഴികക്കല്ല് എന്നാണ് പറഞ്ഞത്. ഈ നാഴികക്കല്ലുകൾ വളരെ സസൂക്ഷ്മം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും ആ ഓരോ മാസത്തിലും ഓരോ ആഴ്ചയിലും വയസ്സിലും വരേണ്ട വളർച്ച കിട്ടിയില്ലെങ്കിൽ അത് തലച്ചോറിൻ്റെ വളർച്ച ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. ഉദാഹരണത്തിന് 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് മുഖത്ത് നോക്കി ചിരിക്കണം. ഉറക്കത്തിൽ ചിരിക്കുന്നതല്ല. ഉറക്കത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും ചിരിക്കും, അത് നാഴികക്കല്ലായിട്ട് എടുക്കില്ല. മുഖത്ത് നോക്കിയുള്ള ചിരി, അമ്മയെ തിരിച്ചറിയുക, അല്ലെങ്കിൽ എപ്പോഴും പരിചരിക്കുന്ന അമ്മയുടെ അമ്മ അവരെ ആരെങ്കിലും അവരെ തിരിച്ചറിയുക, ആളെ തിരിച്ചറിയുക, മുഖത്ത് നോക്കി ചിരിക്കുക. 2 മാസം 3 മാസം പ്രായമുള്ള കുഞ്ഞ് കഴുത്തുറയ്ക്കണം, നെക്ക് സ്റ്റഡി ആയിരിക്കണം. അതിങ്ങനെ ഇത് കൃത്യം 3 മാസമല്ല, കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരാം. 4 മാസം മുതൽ 5 മാസം വരെയുള്ള കുഞ്ഞ് കമിഴ്ന്ന് വീഴണം. 5 മാസമായിട്ടും കമിഴ്ന്ന് വീണില്ലെങ്കിൽ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. 7 മാസം പ്രായമുള്ള കുഞ്ഞാണെങ്കിൽ നമ്മൾ കക്ഷത്തിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വയർ പിടിച്ച് സ്റ്റെപ്പ് കയറുന്നല്ല കയറി വരും. 7th മന്തിൽ 7ാം മാസത്തിൽ തന്നെ ഒരു സ്ട്രേഞ്ചർ ആങ്സൈറ്റി ഉണ്ട്. അതായത് അപരിചിതർ വീട്ടിൽ വന്നാൽ കുഞ്ഞ് കരയുക, അത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. സ്ട്രേഞ്ചർ ആങ്സൈറ്റി 7 മാസത്തിൽ തന്നെ പിടിച്ചിരിക്കണം. നമ്മൾ ടേബിളിൽ ഇരുത്തി കക്ഷത്തിൽ ഇങ്ങനെ സപ്പോർട്ട് കൊടുത്താൽ സിറ്റിംഗ് വിത്ത് സപ്പോർട്ട് പിടിച്ചിരിക്കണം 7th മന്തിൽ. 8 മാസമാകുമ്പം നമ്മൾ കൈവിട്ടാൽ കുഞ്ഞ് മറിയരുത്, സിറ്റിംഗ് വിത്തൗട്ട് സപ്പോർട്ട്. 9 മാസം പ്രായമുള്ള കുഞ്ഞ് കിടത്തി കഴിഞ്ഞാൽ പൊങ്ങി മേശക്കാലിൽ കസേരക്കാലിൽ പിടിച്ച് നിൽക്കണം. വീഴും, പിന്നെയും പിടിച്ചു പോകും. അങ്ങനെ 9 മാസമായ കുഞ്ഞ് ടാറ്റ തരണം. ഇതൊക്കെ നമ്മളൊരു ട്രെയിനിങ് കൊടുക്കണം. 10 മാസമായ മേശക്കാലിൽ കസേരക്കാലിൽ പിടിച്ച് സ്റ്റെപ്പ് വെച്ച് നടക്കും. സ്റ്റെപ്പ് വെച്ച് വീഴും, പൊങ്ങും, പിന്നെയും നടക്കും. അങ്ങനെ 1 വയസ്സായ കുഞ്ഞ് നടക്കണം. ഒരു 1.5 വയസ്സായ കുഞ്ഞ് സ്റ്റെപ്പ് കയറണം, സ്റ്റെപ്പ് പതുക്കെ ഇറങ്ങണം. അങ്ങനെ അതാണ് ഈ വളർച്ചയുടെ നാഴികക്കല്ലുകൾ. 1 വയസ്സായുള്ള കുഞ്ഞ് ഏറ്റവും കുറഞ്ഞത് 3 വാക്ക് സംസാരിക്കണം. 3 വാക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 12 മാസം 1+2 3 വേഴ്സ്. ഒരു അർത്ഥമുള്ളൊരു ഫുൾ സെൻറ്റൻസ് പറയണമെങ്കിൽ 2 വയസ്സ് വേണം. ഒരു ചതുരം വരയ്ക്കണമെങ്കിൽ 4 വയസ്സ് വേണം. ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ 3 വയസ്സാകണം. ഇതൊക്കെ ഞങ്ങളെ ഓരോ രോഗികളെയും കുഞ്ഞുങ്ങളെയും പനിയായിട്ടൊക്കെ നമ്മൾ ഈ ഡെവലപ്മെൻറ്റ് അസസ് ചെയ്യും. അത് മാതാപിതാക്കൾ അറിയാറില്ല. നമ്മളെന്തെങ്കിലും ഗ്രോസ് ആയിട്ട് കണ്ടുപിടിച്ചാൽ അത് അവരോട് പറയും. വളരെ സിമ്പിളായിട്ട് നിസ്സാരമുള്ള ഒരു നാഴികക്കല്ല് കുറവാണെങ്കിൽ പറയാറില്ല. അത് ആവശ്യമില്ല, ഒരു ആകാംക്ഷ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ അടുത്ത അവരെ റിവ്യൂവിന് വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കും. നമ്മളത് മനസ്സിലുണ്ടാവും. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ കമന്ന് വീഴുന്ന കാര്യം പറഞ്ഞു. അപ്പം ഇപ്പം പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് ഈ നിലത്ത് പായൊക്കെ ഇട്ട ഒരു ഹാർഡ് സർഫസിലായിരുന്നു പിള്ളേരെ കിടത്തിക്കൊണ്ട്. പക്ഷേ ഇപ്പം എല്ലാം ബെഡിലാണ്. അപ്പോൾ ഈ ബെഡിൽ കിടത്തുന്നത് പിള്ളേരുടെ ആ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ അവരെ കുറച്ചുകൂടെ ലാഗ് ചെയ്യിക്കുമോ? ചെയ്യാം. ബെഡ് സോഫ്റ്റ് ആയതുകൊണ്ട്, ഒരു ഹാർഡ് സർഫസ് അല്ലാത്തതുകൊണ്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് മറിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞ് ചെരിഞ്ഞു വരുമ്പം ബാക്കിലോട്ട് തലയണ വെച്ച് കൊടുക്കുക, തിരിച്ചങ്ങ് പോകാതിരിക്കാം. പിന്നെ 4 മാസം 5 വയസ്സായ കുഞ്ഞിനെ ഒരിക്കലും ബെഡിൽ കിടത്താൻ പാടില്ല. ഹൈ റിസ്ക്കാണ്. ഒന്നും പറഞ്ഞ് താഴെ വീണാൽ പ്രശ്നമായി. അപ്പോൾ ഇതുപോലെ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാത്ത കുട്ടികളെ ഈ ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സിലേക്ക് റെഫർ ചെയ്യാറുണ്ടോ? ഉണ്ട്. ഈ മൈൽ സ്റ്റോൺസിൻ്റെ കൂടെ സ്പീച്ച് ഡെവലപ്മെൻറ്റ്, ഹിയറിംഗ് ഡെവലപ്മെൻറ്റ്, വിഷ്വൽ ഡെവലപ്മെൻറ്റ് അതും കൂടി ഉൾപ്പെടും. 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് കളർ ശ്രദ്ധിക്കണം. ബ്രൈറ്റ് കളർ കർട്ടൻ, റൂമിൽ കർട്ടൻ റെഡ് കളർ കർട്ടൻ കിടപ്പിട്ട് കുഞ്ഞിലപ്പോൾ അങ്ങോട്ടായിരിക്കും നോക്കും. അല്ലെങ്കിൽ ഒരു സൈഡിലെ ജനൽ തുറന്നിട്ടാൽ ആ സൺലൈറ്റ് വെളിച്ചം കൊണ്ട് കിട്ടുന്ന സ്ഥലത്ത് കുഞ്ഞ് നോക്കും. അപ്പോൾ സൺലൈറ്റ് ആ വെളിച്ചം കുഞ്ഞിനെ കണ്ണിൻ്റെ അറിയുന്നുണ്ട്, ആ കളർ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2 മാസമായ കുഞ്ഞ്. ഒരു 2 മാസമായ കുഞ്ഞ്, 2.5 മാസമായ കുഞ്ഞ് ശബ്ദം കേൾക്കും. സോഫ്റ്റ് സൗണ്ട് അതിൻ്റെ ഗ്രഹിക്കുക, അതിങ്ങനെ ഫോളോ ചെയ്യും. നമ്മൾ സെൻറ്ററിൽ പിടിച്ച് കരിക്കിയിട്ട് പതുക്കെ ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞ് വരും. ആ ഐ മൂവ്മെൻറ്റ് നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങളത് ആ നാഴികക്കല്ല് ഡെവലപ്മെൻറ്റ് അസസ് ചെയ്യുന്നത്. അതുപോലെ ഹിയറിങ് ഉണ്ടെങ്കിലേ സ്പീച്ച് വരുള്ളൂ. ഹിയറിംഗ് ഡിഫക്റ്റ് ഉള്ള കുഞ്ഞ് ഒരിക്കലും സംസാരിക്കില്ല. അപ്പം നമ്മൾ ജനനം കഴിയുമ്പോൾ തന്നെ ആദ്യത്തെ 2-3 ദിവസത്തിനുള്ളിൽ ഹിയറിംഗ് അസസ് ചെയ്യും. OAE എന്ന് പറഞ്ഞ ടെസ്റ്റാണ്, ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ. ഒരു ചെറിയ റിമോട്ട് കൺട്രോൾ പോലത്തെ സാധനം വെച്ച് ചെയ്യുന്നത്. അത് ചെയ്ത് ഹിയറിംഗ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ബെറാ ടെസ്റ്റ് ചെയ്യും. അത് വേറൊരു ഇലക്ട്രോണിക് മെഷീൻ വെച്ച് ചെയ്യുന്നു.
അതാണ് കൂടുതൽ റിലയബിൾ. ഇതിനകത്ത് സ്പീച്ച് 100% രണ്ട് സൈഡിലും പാസ്സായിരിക്കണം. അത് പാസ്സായാലേ സ്പീച്ച് വരുള്ളൂ. ഉള്ളു. അപ്പം ബെറ ചെയ്യുക അല്ലെങ്കിൽ ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ ടെസ്റ്റ് ചെയ്യാതെ അവസാനം സ്പീച്ച് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് കിട്ടാൻ പാടാം. ഈ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാത്ത കുട്ടികൾ, ഇപ്പോൾ ഈ ഡോക്ടർ ഇത്രയും പറഞ്ഞ ഈ കാര്യങ്ങൾ അമ്മമാർക്കെല്ലാം കറക്റ്റായിട്ട് അറിയണമെന്നില്ല. ഏത് സ്റ്റേജിലായിരിക്കും ഡോക്ടറെ സമീപിക്കേണ്ടത്? അത് അമ്മമാരുടെ കപ്പാസിറ്റി അനുസരിച്ച്, പേരൻസിൻ്റെ കപ്പാസിറ്റി, അവരുടെ കഴിവും അവരുടെ അറിവും വിദ്യാഭ്യാസം അനുസരിച്ച്. ചില അമ്മമാർ പ്രത്യേകം പറയും ഈ എല്ലാ കുഞ്ഞുങ്ങളും അമ്മയുടെ മുഖത്ത് നോക്കിച്ചിരിക്കും, എൻ്റെ കുഞ്ഞു മാത്രം മുഖത്ത് നോക്കിച്ചിരിക്കുന്നില്ല, ഒരു കളിച്ചിരിയില്ല. ചിലർ അങ്ങനെ തന്നെ വന്ന് പറയും. ചിലർ പ്രധാനമായിട്ട് പറഞ്ഞാൽ കമന്ന് വീഴുന്നില്ല, 6 മാസമായിട്ട് കമന്ന് വീഴുന്നില്ല, അയലോക്കത്തെ കുഞ്ഞ് കമന്ന് വീണു, ഇങ്ങനെയൊക്കെയാണ് കമ്പാരിസൺ. അവർക്ക് കമ്പാരിസണാണ്.